പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന മാനന്തവാടി രൂപതയെയും താമരശ്ശേരി രൂപതയെയും തൃശ്ശൂർ അതിരൂപതയൊക്കെ പ്രകാശമാനമാക്കിയ അഭിമന്യ ജേക്കബ് തുങ്കുഴി പിതാവ് നമ്മുടെ എന്നേക്കുമായി യാത്രയായെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ തുങ്കുഴി പിതാവ് പ്രവർത്തിച്ച ഇടങ്ങളിലെല്ലാം പ്രകാശം പരത്തിയ ഒരു വ്യക്തിത്വമാണ്. എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ പരിമളം പരത്തിയ ഒരു വ്യക്തി. തൻ്റെ ലാളിത്യത്തിലൂടെ, തൻ്റെ പുഞ്ചിരിയിലൂടെ, തൻ്റെ സൗമ്യമായ വാക്കുകളിലൂടെ, സ്നേഹപൂർവ്വം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിലൂടെയൊക്കെ അദ്ദേഹം ആ പരിമളം എല്ലായിടത്തും പരത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്. നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. ജീവിച്ച നാളുകളൊക്കെ ദൈവത്തോടൊപ്പം അദ്ദേഹം നടന്നു, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരോടൊപ്പം നടന്നു. അതിന് പ്രതിഫലമായിട്ട് സ്വർഗരാജ്യം, നിത്യത, സ്വർഗം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വർഗത്തിലിരുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്. പിതാവ് ശരിക്കും പറഞ്ഞാൽ തൊടുന്നതൊക്കെ പൊന്നാക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ക്രിസ്തുദാസി സന്യാസ സമൂഹം. ധാരാളം സന്യസ്തരുള്ളൊരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. 53 വർഷത്തോളം അദ്ദേഹം ഒരു മെത്രാനായും മെത്രാപ്പോലിത്തയായും ജീവിക്കുകയുണ്ടായി. തൃശ്ശൂരിലാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുവാൻ സാധിച്ചു, ഒരു എൻജിനീയറിംഗ് കോളേജ് ഉണ്ടാക്കാൻ സാധിച്ചു, ഒരു സെമിനാരി സ്ഥാപിക്കാൻ സാധിച്ചു. പിന്നെ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മാനന്തവാടിയിലും താമരശ്ശേരിയിലൊക്കെ, മാനന്തവാടിയിൽ ദ്വാരക എന്ന് പറയുന്ന ആ സെൻറ്റർ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അതുപോലെ എത്രയോ പള്ളികൾ അദ്ദേഹം പണിതു, എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ മാനന്തവാടി രൂപതയെ മുഴുവനും ഒരു വലിയ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ജേക്കബ് തുങ്കുഴി പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വളരെയധികം സ്നേഹം കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. എവിടെ വെച്ച് കണ്ടാലും വളരെ സൗഹൃദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എന്നോട് സംസാരിക്കാമായിരുന്നു. എൻ്റെ ജന്മദിനത്തിനും സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാളിനുമൊക്കെ എനിക്ക് അദ്ദേഹം ഒരു കാർഡ് അയക്കുമായിരുന്നു. ആ കാർഡിൽ 1-2 വാചകങ്ങൾ അദ്ദേഹം തന്നെ എഴുതും. ആ വാചകങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിഴലിൽ കൂടുതലായിട്ട് കാണുന്ന എന്തെങ്കിലും ആയിരിക്കും. ആ പോസിറ്റീവ് സ്ട്രോക്ക് കൊണ്ട് എന്നെ അദ്ദേഹം ശരിക്കും ആകർഷിക്കുകയായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും എന്നെപ്പറ്റി നന്മ പറയുകയും, ചക്കാലക്കൽ പിതാവ് ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ് കേട്ടോ എന്ന് പറയാനുള്ള ആ നല്ല മനസ്സ് എപ്പോഴും പിതാവിനുണ്ടായിരുന്നിട്ടുണ്ട്. പിതാവ് നമ്മോട് യാത്ര പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് നിത്യശാന്തി ദൈവം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക്, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കരുത്തു പകരാനായിട്ട് നമ്മൾ അർപ്പിക്കുന്ന കുർബാനയും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും മരിക്കില്ല. കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ഹൃദയത്തിലും അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഒരിക്കലും മരിക്കാത്ത വ്യക്തിയായി അദ്ദേഹം ജീവിക്കട്ടെ എന്ന് ജനഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജീവിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രത്യേകമായി ആശംസിക്കാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഞാൻ അനുശോചനം അറിയിക്കുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ജോബിനെ പോലെ നമുക്കും പറയാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.